നമസ്കാരം. മോണപ്പഴുപ്പ് വളരെ നിസ്സാരമായ ഒരു അസുഖമാണെങ്കിലും അതിന് കൃത്യസമയത്ത് നമ്മൾ ചികിത്സ കൊടുത്തിട്ടില്ലെങ്കിൽ അത് ഗുരുതരമായ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രമേഹ രോഗം, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, സ്ട്രോക്ക്, അതുപോലെ തന്നെ നമ്മുടെ പ്രതിരോധ വ്യവസ്ഥയെ ബാധിക്കുന്ന മറ്റ് അസുഖങ്ങൾക്കും ഇത് കാരണമാകാറുണ്ട്. ഈ മോണരോഗം എന്താണെന്നും അതിൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്, ഇതെങ്ങനെ മാരക രോഗം ഉണ്ടാക്കുന്നു, അതുപോലെ ഇതെങ്ങനെ ചികിത്സിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മുടെ വായക്കകത്ത് മില്യൺ കണക്കിന് ബാക്ടീരിയാസ് ഉണ്ട്. നമ്മുടെ പല്ലിന് മുകളിൽ ഒരു ലൈനിങ് എല്ലാ ദിവസവും ഉണ്ടാവും. ഈ ലൈനിങ് നമ്മൾ ഡെയിലി ബ്രഷ് ചെയ്തിട്ടില്ലെങ്കിൽ, അതായത് നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ ഡെയിലി 2 തവണ ചെയ്യുക, അതുപോലെ 2 മിനിറ്റെങ്കിലും മിനിമം ചെയ്യുക. ഇങ്ങനെ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ലെയറിന് പുറത്ത് ബാക്ടീരിയാസ് വന്നിട്ട് ഈ ബാക്ടീരിയ നമ്മുടെ പല്ലിനെ നശിപ്പിച്ച്, നമ്മുടെ പല്ലിനകത്തുള്ള കാൽഷ്യത്തിനെയും നശിപ്പിച്ച് പല്ലിന് മുകളിൽ കാൽഷ്യം ഡെപ്പോസിറ്റ് ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഈ കാൽഷ്യം ഡെപ്പോസിറ്റാണ് നമ്മൾ ടാർ രൂപത്തിൽ കാണുന്നത്. അതിനെ പ്ലേക്സ് എന്ന് പറയും. ഈ പ്ലേക്സ് പിന്നീട് ഈ പല്ലിനെ നശിപ്പിച്ച് ലാസ്റ്റ് ഈ മോണയ്ക്കും പല്ലിനും ഇടയിൽ ഒരു വെള്ള ലൈനിങ് ഉണ്ടാക്കുന്നു. ഇതാണ് കാൽഷ്യം ഡെപ്പോസിറ്റ് ആണത്. ഇത് എന്ത് സംഭവിക്കും? നമ്മുടെ മോണയെ നശിപ്പിച്ച് മോണയ്ക്ക് മുകളിൽ ഒരു വീക്കം ഉണ്ടാകുന്നു. ഇതിനെ മോണയ്ക്ക് ഉണ്ടാകുന്ന പോക്കറ്റ്സ് എന്ന് പറയും. അതിനകത്ത് പഴുപ്പ് നിറഞ്ഞ് ഇൻഫെക്ഷനായി പിന്നീട് അത് നമ്മുടെ പല്ലിനുള്ളിലെ അസ്ഥിയിലേക്ക് വ്യാപിച്ച് പല്ല് നശിക്കാൻ കാരണമാകുന്നു. അതുപോലെ തന്നെ ബാക്ടീരിയാസ് നമ്മുടെ പല്ലിനകത്തുള്ള രക്തധമനിയിലേക്ക് കയറി നമ്മുടെ ഹൃദയത്തിനകത്തുള്ള രക്തധമനിയിൽ പ്ലേക്സ് ഉണ്ടാക്കി ബ്ലോക്ക് ഉണ്ടാക്കുകയും അതുകൊണ്ട് തന്നെ കൊളസ്ട്രോൾ അടിഞ്ഞ് ബ്ലോക്ക് ഉണ്ടാകുന്നത് പോലെ ഈ പ്ലേക്സ് അടിഞ്ഞ് ബ്ലോക്ക് ഉണ്ടായി ഹാർട്ട് അറ്റാക്ക്, എൻഡോകാർഡൈറ്റിസ് തുടങ്ങിയ അസുഖങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. മസ്തിഷ്കത്തിനകത്ത് രക്തക്കുഴലുകളിലും ഇതുപോലെ തന്നെ പ്ലേക്സ് അടിഞ്ഞ് സ്ട്രോക്ക് ഉണ്ടാക്കുന്നു. നമ്മുടെ വായ്ക്കകത്ത് ബാക്ടീരിയയുടെ കൗണ്ട് കൂടുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ അത് നമ്മുടെ വയറിനകത്ത് ചെല്ലുകയും പ്രതിരോധ വ്യവസ്ഥയെ ബാധിക്കുന്ന മറ്റു അസുഖങ്ങൾക്ക് ഇത് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് മാരക രോഗങ്ങൾ ഉണ്ടാകുന്നത്. നമ്മുടെ മോണപ്പഴുപ്പ് നമ്മൾ തുടക്കത്തിൽ തന്നെ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിന് ഹോമിയോപ്പതിയിൽ നല്ല ചികിത്സയുണ്ട്. ഇത് നമ്മൾ തുടക്കത്തിൽ തന്നെ കണ്ടുപിടിച്ച് അതിനനുസൃതമായ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്കിത് പരിപൂർണമായിട്ടും മാറ്റുവാനും അതുപോലെ അതിന് സെക്കൻഡ് സ്റ്റേജിലേക്ക് പോകാതെ പെരിഡോണ്ടൈറ്റിസ് സ്റ്റേജിലേക്ക് പോകാതെ പ്രിവെൻറ്റ് ചെയ്യാനും പറ്റും. മോണപ്പഴുപ്പ് എങ്ങനെ നമുക്ക് തുടക്കത്തിൽ കണ്ടുപിടിക്കാം എന്ന് നോക്കാം. തുടക്കത്തിൽ ഇതിന് പറയുന്ന പേരാണ് ജിഞ്ചിവൈറ്റിസ്. ജിഞ്ചിവൈറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മോണയ്ക്ക് ഉണ്ടാകുന്ന വീക്കം. മോണയ്ക്ക് കളർ വ്യത്യാസം വരിക, എന്തെങ്കിലും ഹാർഡായിട്ടുള്ള സാധനങ്ങൾ കടിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ ബ്രഷ് ചെയ്യുന്ന സമയത്തോ ബ്ലഡ് വരിക, വായ്ക്കൊരു ചെറിയ നാറ്റം, പല്ലിനും മോണയ്ക്കും ഇടയിൽ ഗ്യാപ്പ് വരിക, ഇത്തരം പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമ്മൾ വളരെ കൃത്യമായിട്ട് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഇതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ഗർഭിണിയായ ഒരു ആളിനാണ് ഇത്തരത്തിൽ മോണരോഗം വരുന്നത് എങ്കിൽ പ്രസവ സമയത്ത് കുട്ടിക്ക് ബർത്ത് വെയിറ്റ് കുറയാനും അതുപോലെ തന്നെ പ്രീടേം ഡെലിവറിക്കും ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഗർഭിണിയായ ആളുകളും മോണപ്പഴുപ്പുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഇതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. നമ്മൾ മോണപ്പഴുപ്പിന് ചികിത്സിക്കുന്നതോടൊപ്പം തന്നെ ഒരു ഡെൻറ്റിസ്റ്റിനെ കണ്ട് ഈ പ്ലേക്സ് റിമൂവ് ചെയ്യുക കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പരിപൂർണമായിട്ടും തുടക്കത്തിൽ തന്നെ മാറ്റുവാൻ പറ്റുന്ന ഒരു അസുഖമാണ്. അത് പെരിഡോണ്ടൈറ്റിസ്, അതായത് മോണപ്പഴുപ്പിലോട്ട് മാറിക്കഴിഞ്ഞാൽ ഇത്തരം അപകട സാധ്യത ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ ഇത് നേരത്തെ കണ്ടെത്തി ഇതിന് ചികിത്സ തേടുക. താങ്ക് യു.